ജർമ്മനിയിൽ കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾക്ക് വിരുദ്ധമായി വൈദികർ സ്വവർഗ വിവാഹ ആശീർവാദങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിൽ ജർമ്മൻ മിസ്റ്റിക്കായിരുന്ന വിശുദ്ധ ഹിൽഡെഗാർഡിന്റെ വാക്കുകൾക്ക് പ്രാധാന്യമേറുന്നു. 2012 എമിരിറ്റസ് ബെനഡിക്ട് 16 പാപ്പ വിശുദ്ധ ഹിൽഡെഗാർഡിനെ സഭ വേദപാരംഗതരുടെ പദവിയിലേക്ക് ഉയർത്തിയിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഹിൽഡെഗാർഡിനെ കാലത്തിനും ജനതയ്ക്കും വേണ്ടിയുള്ള പ്രകാശം എന്നായിരുന്നു വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ വിശേഷിപ്പിച്ചത്. കത്തോലിക്ക വിശ്വാസത്തിന്റെ ശാക്തീകരണത്തിനും വിഭാഗീയ പ്രവണതകൾക്കെതിരെ സ്വരമുയർത്തുന്നതിനും അജപാലകരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും അവളുടെ മൂർച്ചയേറിയ വാക്കുകൾ സഭയ്ക്ക് പ്രതിരോധ കവചമായി പരിണമിച്ചവയായിരുന്നു. ദൈവിക വെളിപാടുകളും പ്രവചന സന്ദേശങ്ങളും കൊണ്ട് ജർമ്മൻ സഭയുടെ വിശ്വാസ നവീകരണത്തിൽ സ്തുത്യർഹ പങ്കുവഹിച്ച വിശുദ്ധ ഹിൽഡെഗാർഡിന്റെ അന്യാദൃശ്യമായ വിശുദ്ധിയും പ്രബോധനങ്ങളിലെ ആധികാരികതയും കണക്കിലെടുത്ത് 2012 എമിരിറ്റസ് ബെനഡിക്ട് പാപ്പ അവളെ സഭാ വേദപാരംഗതയായി പ്രഖ്യാപിക്കുകയുണ്ടായി. വൈദികർക്കിടയിലെ വിശ്വാസത്യാഗം സംബന്ധിച്ച വിശുദ്ധ ഹിൽഡെഗാർഡിന്റെ വാക്കുകൾക്ക് അവളുടെ മാതൃസഭയായ ജർമ്മൻ സഭയിൽ തന്നെ ഏറെ പ്രസക്തി കൈവന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സഭയെ പ്രതിസന്ധിയിലാക്കിയ ആത്മീയ യുദ്ധത്തെപ്പറ്റി വിശുദ്ധ ഹിൽഡെഗാർഡ് തികഞ്ഞ ആധികാരികതയോടെ ഇപ്രകാരം എഴുതി: ഇടയന്മാരെ നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ദൈവഭയമില്ലാത്തവരുടെ പ്രീതിക്കായി നിങ്ങളിൽ ദൈവനിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ നിങ്ങൾ അവഗണിക്കുന്നു. അതിനാൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ടവയല്ല. നിങ്ങൾ ധിക്കാരപൂർവ്വം കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ദൈവത്തെ സേവിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ദുഷ്ടചിന്തകളെ സേവിക്കാനാണ്. സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായി ബിഷപ്പുമാരുടെയും വൈദികരുടെയും നേതൃത്വത്തിൽ ജർമ്മനിയിൽ നടന്ന കൂട്ട സ്വവർഗ വിവാഹാശീർവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ ഹിൽഡെഗാർഡിന്റെ പ്രവചനങ്ങളെ ആനുകാലിക പ്രസക്തിയോടെ ഏറ്റെടുത്തിരിക്കുകയാണ് ആഗോള വിശ്വാസി സമൂഹം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.